അച്ഛന് സ്മാർട്ട് വാച്ച് മേടിച്ചു കൊടുത്താലോ? ഈ സ്മാർട്ട് വാച്ചൊക്കെ സ്മാർട്ടായിട്ടുള്ളവർക്ക് പറഞ്ഞിട്ടുള്ളതാ. അച്ഛൻ സ്മാർട്ടല്ലെന്ന് ആരാടാ പറഞ്ഞേ? അച്ഛൻ സ്മാർട്ടായിട്ടല്ലേ എന്നെ കല്യാണം കഴിച്ചത്. അയ്യാ നിനക്കാണോ? അച്ഛനായിരിക്കും അല്ലേ? രണ്ടുപേർക്ക് ഒരു ദിവസമല്ലേ ബർത്ത്ഡേ? എൻ്റെ അച്ഛൻ്റെ ഇടയിലുള്ള മെയിൻ കമ്മ്യൂണിക്കേഷൻ അമ്മയായിരുന്നു. അമ്മ പോയതിനു ശേഷം പിന്നെ ഞങ്ങൾ അങ്ങനെ ഒന്നും സംസാരിക്കാറില്ല. ഈ ഗിഫ്റ്റ് കൊടുക്കുന്നതും സർപ്രൈസ് എന്നൊക്കെ അമ്മയുടെ പരിപാടിയായിരുന്നു. അപ്പോൾ ഉമയനല്ലൂരിൽ ബസ് മറിഞ്ഞു 3 മരണം. കുട്ടികൾ ഉൾപ്പെടെ നിരവധി പേർ യാത്ര ചെയ്യുന്ന ബസ്സാണ്. നിന്റെ അച്ഛൻ സ്ഥിരം പോകുന്ന നാട്ടുകാരുടെ സാന്നിധ്യത്തിൽ പോലീസിന്റെ രക്ഷാപ്രവർത്തനം തുടർന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ രാജേഷിനോടൊന്ന് അന്വേഷിക്കാൻ പറഞ്ഞായിരുന്നു. അവനായിരിക്കും. ഓ, നിന്റെ അച്ഛൻ ബസ്സിൽ കയറില്ലായിരുന്നു. എന്തോ കടയിൽ പോകണമെന്ന് പറയാൻ ആൾ നേരത്തെ ഇറങ്ങി. അല്ല, വേറൊരിടത്ത് പോകാനുണ്ട്. എന്നിട്ട് വീട്ടിൽ പോകാം. അച്ഛൻ വിളിച്ചായിരുന്നു, കിട്ടിയില്ലല്ലോ. അത് ചാർജ് ഇല്ല മോനെ, കുത്തിയിട്ടിരിക്കുകയായിരുന്നു. ഓ അളിയ, ആരാ എപ്പോഴാ എങ്ങനെ ഈ ലോകത്ത് നിന്ന് പോകുന്നത് പറയാൻ പറ്റത്തില്ല. പറ്റുമെങ്കിൽ പോയി മിണ്ടടാ. അച്ഛാ, വല്ലാതെ വാടല്ലേ പൂവേ, നീ എൻ്റെ കുഞ്ഞുമലല്ലേ. എന്തു മോനെ? എന്നാളും നാം ഇനിയൊന്നേ, നീ എൻ്റെ പൂന്തണലല്ലേ. മോ ഇവിടെ ഇരിക്കും മോന്, ഞാനൊരു ഗിഫ്റ്റ് തരാം. ഇരിക്കും മോനെ, ഇവിടെ ഇരിക്കും. കാണാതെ മായല്ലേ കണ്ണേ, നമ്മൾ